പാലക്കാട് എന്താണ് സംഭവിക്കുന്നത്, പാലക്കാടൻ ജനതയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് സച്ചിൻ വള്ളിക്കാടുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം പറഞ്ഞു തരാൻ. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഇൻഷാ, ഗുഡ് മോർണിംഗ്. സച്ചിൻ, നല്ലതൊന്നുമല്ല നിങ്ങളുടെ MLA കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നത്. കാലങ്ങൾക്ക് മുൻപേ പലരും പല രീതിയിലും അത്തരത്തിലുള്ള പരാതികളും ആരോപണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞിരുന്നെങ്കിലും അത് പ്രത്യക്ഷത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു തെളിവുകളായി പുറത്തേക്ക് വന്നിരുന്നില്ല. ഇപ്പോൾ ഇതാ ഒളിഞ്ഞും തെളിഞ്ഞും കൃത്യമായിട്ടുള്ള തെളിവുകൾ, ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏർപ്പെടുന്നു, പാലക്കാടിൻ്റെ MLA ഏർപ്പെടുന്നു എന്ന തരത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. 8ഓളം പരാതികൾ, വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. 4 ഓഡിയോ സംഭാഷണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ട്. പാലക്കാടൻ ജനത എങ്ങനെയാണ് ഈ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്? കാരണം വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് അവിടെ ഷാഫി പറമ്പിലിൻ്റെ ബിനാമിയായി കൊണ്ടിറക്കിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ. അതേ ഷാഫി പറമ്പിൽ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഇത്തരം ക്രൂരമായ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഒരു വാക്ക് പോലും മിണ്ടാതെയാണ് ഷാഫി പറമ്പിലിൻ്റെ ഇന്നലെ മാധ്യമങ്ങളുമായുള്ള കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത്. ഏറ്റവും അവസാന സമയം മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിനോട് ഉത്തരം മുട്ടി ദേഷ്യം പിടിച്ച് തിരിഞ്ഞു മാറിപ്പോകുന്ന ഷാഫി പറമ്പിലിനെയും നമ്മൾ കണ്ടു. വിനിഷ, നമ്മൾ ഗുഡ് മോർണിംഗ് പറയുമ്പോഴും പാലക്കാട്ടുകാർക്ക് ശരിക്ക് ബാഡ് മോർണിംഗ് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട്ടെ MLA കൊണ്ടുള്ള പരാതികളും അതേപോലെ തന്നെ അക്രമങ്ങളുടെ, സ്ത്രീകളോടുള്ള അധിക്ഷേപങ്ങളുടെയും അക്രമങ്ങളുടെയും തെളിവുകളാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ കേരള മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിപ്പിക്കുന്ന നിരവധി വിവരങ്ങളാണ്, സ്ത്രീകളോട് ചെയ്തിട്ടുള്ള ക്രൂരതകളെക്കുറിച്ചുള്ള നിരവധി വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ പാലക്കാട്ടുകാർ ഒന്നടങ്കം ഇപ്പോൾ പാലക്കാട്ട് MLAക്കെതിരെ രംഗത്ത് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം MLA ഓഫീസിലേക്ക് നടന്ന സമരങ്ങളുടെ ഭാഗമായി അവിടെയുള്ള നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ ഇത്രയും ശല്യക്കാരനായി മാറിയോ നമ്മുടെ MLA എന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ പാലക്കാട്ടുകാരുടെ ഒരു ശല്യമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും യുവതികളുടെ ഒരു ശല്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടും വലിയ രീതിയിൽ കോൺഗ്രസിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള നീക്കങ്ങളും ചർച്ചകളും സജീവമാണ്. കാരണം വലിയ രീതിയിൽ വിമർശനങ്ങളുമായി DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള VK ശ്രീകൃഷ്ണൻ തന്നെ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല INTUC നേതാവായിട്ടുള്ള വിനോദ് കല്ലായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് MB സുബ്രഹ്മണ്യൻ തുടങ്ങിയവരെല്ലാം പരസ്യമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയായിരുന്നു. അവരൊക്കെ ഒറ്റ വാക്കോടെ ആവശ്യപ്പെടുന്നത് രാഹുലിൻ്റെ രാജിയാണ്. കാരണം പാലക്കാട്ടെ കോൺഗ്രസിനും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനും കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു അഭിമാനമുണ്ടായിരുന്നു. എന്നാൽ അത് മുഴുവനായി ഇപ്പോൾ കളഞ്ഞു കുടിച്ചിരിക്കുകയാണ്. അത് 2 പേരാണ്. അതിൽ പ്രധാനമായും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരു തകർച്ചയ്ക്ക് കാരണം എന്ന തരത്തിലുള്ള ചർച്ചകളും ആരോപണങ്ങളുമാണ് പാലക്കാടും ഉയരുന്നത്. വലിയ രീതിയിലുള്ള ആരോപണങ്ങളും തർക്കങ്ങളും യൂത്ത് കോൺഗ്രസിലും നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നവമാധ്യമങ്ങളിലൂടെ പരസ്യമായി പുറത്തു വരുന്നു എന്നതുകൂടിയുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. SFIയുടെയും അതേപോലെ തന്നെ DYFIയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ശക്തമായ സമരമാണ് പാലക്കാട് നടന്നിരുന്നത്. അതുപോലെ തന്നെ BJPയുടെയും മഹിളാ മോർച്ചയുടെയൊക്കെ സമരവും നടക്കുന്നുണ്ട്. രാഹുലിനെ പാലക്കാട് എത്തിയാൽ കാലുകുത്തിക്കില്ല, പാലക്കാട് രാഹുലിൻ്റെ പരിപാടികൾ തടയുമെന്ന കാര്യം DYFIയും SFIയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ യുവജന പ്രതിഷേധങ്ങൾ ഭയന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിപാടികളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ റദ്ദ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനില്ല എന്ന് SFI ഫ്ലക്സ് അടക്കം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ പാലക്കാട് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് SFIയുടെയും DYFIയുടെയും നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മണ്ഡലത്തിലെ നിരവധി വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ വിഷയങ്ങളിലൊന്നും
MLA ഇല്ല, MLA കാണാനില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പാലക്കാട് മണ്ഡലത്തിലെ മൂത്താന്തറ സ്കൂളിൽ ബോംബ് പൊട്ടിയിരുന്നു. അത്തരത്തിലൊരു വലിയ കേരളത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു പ്രൈമറി സ്കൂളിൽ ബോംബ് പൊട്ടിയത്. അത് RSSന്റെ ശാഖ നടക്കുന്ന ഒരു സ്കൂൾ കൂടിയായിരുന്നു. അവിടെ അടക്കം ഇത്തരത്തിൽ ഒരു വലിയ കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവം നടന്നിട്ട് ഈ MLA അവിടെ സന്ദർശിക്കാനോ അല്ലെങ്കിൽ ഈ അതായത് പാലക്കാട് MLAയുടെ പ്രതിനിധികൾ ആരെങ്കിലും അവിടെ സന്ദർശിക്കാനോ തയ്യാറായിട്ടില്ല. വലിയ രീതിയിലുള്ള വിമർശനം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിനെതിരെ ഉയരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനിഷയ്ക്കും അറിയാം. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വിനിഷയടക്കം പാലക്കാട് ഉണ്ടായിരുന്നു. ആ സമയത്തടക്കം പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം പറഞ്ഞതാണ് രാഹുലിനെ പാലക്കാടേക്ക് വേണ്ട എന്ന കാര്യം. അത് കത്തിലൂടെ തന്നെ ദേശീയ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലും പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ തന്നെയാണ് സന്തോഷിക്കുന്നത് എന്നത് തന്നെയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിലെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. വിനിഷ. ശരി സച്ചിൻ, ഏതായാലും പാലക്കാടും വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ നിന്നും ഉയരുന്നുണ്ട് എന്നുള്ളതാണ്.